ത്രിയേക ദൈവത്തിന് സ്തുതി. അഭിനന്യ ഡോക്ടർ യാക്കിമാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമേനി, വന്യ വൈദിക ശ്രേഷ്ഠരെ, ഇന്ന് ആചാര്യയായി പ്രാർത്ഥനയിലൂടെ ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ഐസക് മാത്യു അച്ഛൻ, സന്യാസ അനുഭവത്തിലേക്ക്, അതിൻ്റെ ആദ്യ പടിയിലേക്ക് തന്നെ സമർപ്പിച്ച് ഇന്ന് നിയോഗ ശുശ്രൂഷയിലൂടെ അപ്രകാരം ആയിത്തീരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട സുജിത് പി മാമൻ, ഈ ദേറായിലെ പ്രിയപ്പെട്ടവരെ, സന്യാസ സമൂഹത്തിൻ്റെ ഭാഗമായി നമ്മോടൊപ്പം ആയിരിക്കുന്ന ആളുടെ സിസ്റ്റേഴ്സ്, പ്രാർത്ഥനയോടുകൂടെ ഈ ശുശ്രൂഷയിൽ, പരിപാവനമായ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള വിശ്വാസ സമൂഹമേ, ഓൺലൈനിലൂടെ ഈ ശുശ്രൂഷ ശ്രവിക്കുന്നതായിട്ടുള്ള, അതിൽ പങ്കുചേരുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ ഏവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യനാമത്തിലുള്ള സ്നേഹ വന്ദനം. ഈ പരിപാവനമായ ശുശ്രൂഷയിൽ ആരാധന മധ്യയുള്ള പ്രസംഗത്തിന് എന്നെ നിയോഗിച്ചതായിട്ടുള്ള അഭിനന്യ ഡോക്ടർ യാക്കിമാർ കൂറിലോസ് സഫ്രഗൻ മെത്രാപ്പോലീത്ത തിരുമനസ്സിനോടുള്ള പ്രത്യേകമായിരിക്കുന്ന സ്നേഹവും കടപ്പാടും ഞാൻ ഈ സമയത്ത് അറിയിക്കട്ടെ. ഇന്ന് ആചാര്യയായി ഈ ദേറ സമൂഹത്തിന് ചുക്കാൻ പിടിക്കുവാൻ നിയോഗിതനാകുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട ഐസക് മാത്യു അച്ഛന് പ്രാരംഭത്തിൽ എല്ലാവിധമായിരിക്കുന്ന നല്ല പ്രാർത്ഥനകളും ആശംസകളും നേരുകയാണ്. അതോടൊപ്പം തന്നെ സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട സുജിത് പി മാമൻ ഒരു പുതിയ ജീവിതാനുഭവത്തിലേക്ക് പ്രവേശിക്കുകയാണല്ലോ. പ്രാർത്ഥനയോടുകൂടെ ദൈവനിയോഗം തിരിച്ചറിഞ്ഞ് അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷ നിർവഹിപ്പാൻ ദൈവം ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാവിധമായിരിക്കുന്ന ആളുടെ ആശംസകൾ ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അപ്രകാരം പ്രിയപ്പെട്ട സുജിത്തിനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കിയതായിട്ടുള്ള മാതാപിതാക്കന്മാരുടെ ധന്യമായിരിക്കുന്ന ജീവിതത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് അനേക വൈദികർ അപ്രകാരം പ്രിയപ്പെട്ട സുജിത്തിനെ മോൾഡ് ചെയ്യുവാൻ ഏറെ സഹായിച്ചുവല്ലോ. പ്രിയപ്പെട്ട വൈദികരോടും വൈദികരെയും സൺഡേ സ്കൂൾ അധ്യാപകരെയും കലാലയ തലങ്ങളിൽ പഠിപ്പിച്ചതായിട്ടുള്ള അധ്യാപകരെയും ഒക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദേവാലയത്തിലെ വിശ്വാസ സമൂഹം വേണ്ടുന്ന കൈത്താങ്ങലുകൾ പ്രിയപ്പെട്ട സുജിത്ത് നൽകിയല്ലോ. അപ്രകാരം പ്രിയപ്പെട്ട സുജിത്തിൻ്റെ വളർച്ചയിൽ കൈത്താങ്ങായി നിന്നതായിട്ടുള്ള എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും എല്ലാവരുമുള്ള സ്നേഹം പ്രാരംഭത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്. ദീർഘമായിരിക്കുന്ന ആമുഖങ്ങളില്ലാതെ തിരുവചന ധ്യാനത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഏവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടെ ഇന്നത്തെ കുറിവാക്യമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം. ഗലാത്യർ 2:20. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് തലകളെ വണക്കാം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം. മാധുര്യമാം നിൻമൊഴികൾ തണുപ്പിക്കും നിൻ ഹൃദയം.
ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ. തേജസ്സെഴും നിൻമുഖമെൻ ഹൃദയത്തിൻ ആനന്ദമേ. വചനമായിരിക്കും ഞങ്ങൾ വാഴ്ത്തപ്പെട്ട കർത്താവേ, ദൈവവചനത്തിൻ്റെ സാരവും സാരാംശവും ഗ്രഹിപ്പാൻ ഈ വചന കേൾവിയിലൂടെ ഞങ്ങൾക്കിടയാക്കണമേ. വചനത്തിൻ്റെ ആഴം ഗ്രഹിപ്പാനായിട്ടുള്ള പരിശുദ്ധാത്മാ നിറവ് ഞങ്ങൾക്ക് നൽകണമേ. കർത്താവേ, ഈ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തെ പുതുക്കുന്നതിനും ദൈവസന്നിധിയിൽ ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നതിനുള്ള മുഖാന്തരമാക്കി മാറ്റുകയും ചെയ്യണമെന്ന് യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. സെലിറ്റിക് ഐതിഹ്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള പക്ഷികളാണ് തോൺ ബേർഡ്സ് എന്ന് പറയുന്നത്. ബോധമുദിച്ചതായിട്ടുള്ള നാൾ മുതൽ കൂടുവിട്ട് അലയുന്നതായിട്ടുള്ള പക്ഷി അത് തിരയുന്നത് ഒരു മുൾച്ചെടിയെയാണ്. അങ്ങനെ ബോധമുദിച്ച നാൾ മുതൽ മുൾച്ചെടിയെ തിരഞ്ഞ് യാത്ര ചെയ്യുന്നതായിട്ടുള്ള തോൺ ബേർഡ്സ് മുൾച്ചെടിയെ കണ്ടെത്തി കഴിയുമ്പോൾ ആ മുള്ളിനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് അത് തൻ്റെ ആദ്യത്തെയും അവസാനത്തെയും ഗാനം ആലപിക്കും. എന്തുകൊണ്ടാണ് തോൺ ബേർഡ്സ് ഈ മുള്ളിനെ നെഞ്ചോട് ചേർക്കുന്നത്? നെഞ്ചിൽ മുള്ള് തറച്ചെങ്കിൽ മാത്രമേ തോൺ ബേർഡ്സിന് പാടുവാനായിട്ട് കഴിയുകയുള്ളൂ, ഗാനം ആലപിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. പാട്ട് അതിൻ്റെ ഉച്ചസ്ഥായിയിൽ ആയി കഴിയുമ്പോൾ മുള്ളുകൊണ്ട് അതിൻ്റെ ഹൃദയം തകർന്നു പോകും. അങ്ങനെ തോൺ ബേർഡ്സ് അത് മരിച്ചു പോകും, ചത്തുപോകും. പക്ഷേ ആ പാട്ട് പിന്നീട് പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ ഉണർത്ത് പാട്ടായി മാറുന്ന അനുഭവമാണ് കാണുവാനായിട്ട് കഴിയുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇപ്രകാരം അതിനോട് ചേർത്ത് വെക്കുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. ഓരോ സന്യാസിയും ഒരു മുൾച്ചെടി പക്ഷിയാണ്, തോൺ ബേർഡ് ആണ് എന്ന് ഞാൻ ചേർത്ത് വെക്കുവാനായിട്ട് ആഗ്രഹിക്കുക. ഇന്ന് സന്യാസ ജീവിതത്തിനായിട്ട് ഒരുങ്ങുന്നതായിട്ടുള്ള പ്രിയപ്പെട്ട സുജിത്ത്, ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുന്നതായിട്ടുള്ള ധന്യമായിരിക്കുന്ന നിമിഷം, അൾത്താരയുടെ മുൻപിൽ അല്ലെങ്കിൽ യാഗപീഠത്തിന് മുമ്പിൽ മുട്ട് കുത്തുന്നതായിട്ടുള്ള ധന്യമായിരിക്കുന്ന നിമിഷം, തന്നെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്ന ഈ അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിൽ ഇന്ന് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, കർത്താവിനോട് ചേർന്ന് തോൺ ബേർഡ്സ് ആ കർത്താവിനെ അല്ലെങ്കിൽ മുൾച്ചെടിയെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുപോലെ കർത്താവിനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ ഞാൻ സന്നദ്ധനാണ് എന്ന് പ്രഖ്യാപിക്കുന്നതായിട്ടുള്ള ധന്യ നിമിഷമാണ് ഈ നിമിഷം എന്ന് പറയുന്നത്. അപ്രകാരമുള്ള ഈ അനുഗ്രഹീതമായിരിക്കുന്ന നിമിഷം ഏതാനും ചില ചിന്തകൾ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരാണ് ഒരു സന്യാസി? ഞാൻ ഇപ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. സന്യസ്തർ രൂപം മാറുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. രൂപം മാറുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. ഒരു സന്യാസിയുടെ അല്ലെങ്കിൽ സന്യാസ അനുഭവത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകേണ്ടത്, രൂപമാറ്റം സംഭവിക്കേണ്ടത് ഏറെ ആവശ്യമാണ്. ആരുടെ രൂപമാണ് തൻ്റെ ജീവിതത്തിൽ പകർത്തേണ്ടത്?
അത് മറ്റാരുടെയും രൂപമല്ല, യേശുവിൻ്റെ രൂപമാണ് സന്യസ്തർ തൻ്റെ ജീവിതത്തിൽ പകർത്തുവാനായിട്ട് നിയോഗിച്ചാക്കുന്നത്. ഗലാത്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇപ്രകാരം അവിടെ കുറിക്കുന്നുണ്ട്: ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവ വേദനപ്പെടുന്നവനായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്നാണ് പറയുന്നത്. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം. സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തു ഉള്ളിൽ ഉരുവാകുന്ന വിധം ഒരു രൂപാന്തരം ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. ക്രിസ്തു ഉള്ളിൽ ഉരുവാകൂ എന്ന് പറഞ്ഞാൽ നമ്മിലെ ആത്മീക മനുഷ്യൻ ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് രൂപാന്തരം പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ചിന്തകളും പ്രവൃത്തികളും ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ സാധിക്കണം. ഒരു സന്യാസിയുടെ വ്യക്തിത്വം കർത്താവിൻ്റെ വ്യക്തിത്വമായി അനുരൂപപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. അങ്ങനെ ഒരു രൂപാന്തരം തൻ്റെ ജീവിതത്തിൽ നടന്നതുകൊണ്ടാണ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇപ്രകാരം പറയുവാൻ ശ്രമിക്കുന്നത്: ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന മനോഹരമായിരിക്കുന്നൊരു വാചകമുണ്ട്. കർത്താവ് പറയുകയാണ്: ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പുതിയ നിയമ പണ്ഡിതനായിരിക്കുന്ന വില്യം ഹെൻഡ്രിക്സൺ അതിനെക്കുറിച്ച് ഇപ്രകാരം ഒരു വ്യാഖ്യാനം കൊടുത്തിട്ടുണ്ട്: ഇഫ് എനിവൺ വിഷ് ടു ബി കൗണ്ടഡ് ആസ് എ ഫോളോവർ ഓഫ് മൈൻ, he or she must once and for all say farewell to self, decisively accept pain, shame and persecution for my sake and in my sake, and must then follow and keep on following me as my disciple. സ്വയത്തോട് വിട പറഞ്ഞ് കർത്താവിനെ അനുഗമിക്കുന്നവരായി എന്നും കർത്താവിനെ അനുഗമിക്കുന്നവരായി തീരേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ഫോളോയിങ് ഈസ് ദ ഗോൾ, അൾട്ടിമേറ്റ് ഗോൾ ഓഫ് എ സെയിന്റ്. ഒരു സന്യാസിയുടെ ജീവിതത്തിൽ, ഒരു വിശുദ്ധന്റെ ജീവിതത്തിൽ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത് അനുഗമിക്കുക എന്നുള്ളതാണ്. ഒരു രൂപമാറ്റം സംഭവിച്ചുകൊണ്ട് കർത്താവിനെ ഉള്ളങ്ങളിലേക്ക് സ്വീകരിച്ച്, കർത്താവിൻ്റെ രൂപം ഉള്ളിൽ സ്വീകരിച്ച് കർത്താവിനെ അനുഗമിക്കലാണ് ഒരു സന്യാസിയുടെ പരമപ്രധാനമായിരിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത്. 2, സന്യാസി മശിഹായെ ധരിക്കുന്നവരാകണം. സന്യസ്തർ മശിഹായെ ധരിക്കുന്നവരാകണം. സന്യാസ ജീവിതം എന്ന് പറയുന്നത് സ്വയം തിരഞ്ഞെടുത്ത് നിർവഹിക്കാവുന്ന ഒന്നല്ല. പിന്നെയോ ഓർക്കുക, ദൈവമാണ് വിളിച്ചത്, ഈ ശുശ്രൂഷയ്ക്ക് ആക്കിയത് എന്നുള്ളതായിട്ടുള്ള ഒരു പൂർണ്ണമായിരിക്കുന്ന ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. ഇന്ന് എവൻഗേലിയനായിട്ട് വായിച്ചതായുള്ള വേദഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം അത് താഴേക്ക് വായിച്ചു വരുമ്പോൾ പറയുന്നുണ്ട്: നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനെ പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട സുജിത്ത്, അമ്മയുടെ ഉദരത്തിൽ ഉരുവായതായിട്ടുള്ള നിമിഷം കർത്താവ് വിളിച്ചു വേർതിരിച്ചതാണ് ഈ ഒരു അനുഗ്രഹീതമായിരിക്കുന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. ആ ഒരു ബോധ്യം ജീവിതയാത്രയിൽ ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവം വിളിച്ചു വേർതിരിക്കുന്നവർക്ക് മാത്രമേ ഈ പദവിയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അത് സന്യസ്തർ മാത്രമല്ല, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകേണ്ടത് ഏറെ ആവശ്യമാണ്. ദൈവത്തിൻ്റെ വഴികളെല്ലാം നിയോഗ വഴികളാണ് എന്ന് ഓർക്കുവാനായിട്ട് കഴിയണം. ഒരു വ്യക്തിയെ ഒരു അധ്യാപകനായിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു എൻജിനീയർ ആയിട്ടായിരിക്കാം, ഒരു ഡോക്ടറായിട്ടായിരിക്കാം,
അല്ലെങ്കിൽ മറ്റ് ഓഫീസ് സ്റ്റാഫുകളായി വ്യത്യസ്തമായിരിക്കുന്ന മേഖലകളിൽ പ്രവർത്തിക്കുവാനായിട്ടായിരിക്കാം, നേഴ്സായിട്ടായിരിക്കാം, ഒരു വീട്ടമ്മയായിട്ടായിരിക്കാം. ഓർക്കുക, ദൈവമാണ് നിയോഗിച്ചത് എന്നുള്ള ബോധ്യം ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. അങ്ങനെ ആ ദൈവാബോധത്തോടുകൂടെ പ്രവർത്തിക്കുവാൻ കഴിയുമ്പോഴാണ് വിശ്വസ്തരായി ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുക. ഞാൻ ഇപ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ, വിളിക്കുള്ളിലെ വിളിയാണ് സന്യാസം എന്ന് പറയുന്നത്. വിളിക്കുള്ളിലെ വിളിയാണ് സന്യാസം എന്ന് പറയുന്നത്. ഒരു സന്യാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവവിളി കൊണ്ട് അർത്ഥമാക്കുന്നത് ദൈവവിളിക്കനുസരിച്ച് പ്രവർത്തിക്കുവാനായിട്ടും ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുവാനായിട്ടും ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്രകാരം പറയുവാനായിട്ട് ആഗ്രഹിക്കട്ടെ, ജീവിതത്തിൽ മശിഹായെ ധരിച്ചുകൊണ്ട് മശിഹായുടെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുവാനായിട്ട് സാധിക്കേണ്ടത് വളരെയേറെ ആവശ്യമാണ്. റോമർക്കെഴുതിയ ലേഖനത്തിൽ മനോഹരമായി പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നുണ്ട്. 13-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളണം. കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചുകൊള്ളുവിൻ. കർത്താവിൻ്റെ സ്വഭാവം ഉള്ളിലേക്ക് ആർജിച്ചെടുക്കുവാൻ ഇന്ന് ഈ നിയോഗ ശുശ്രൂഷയിലൂടെ, സമർപ്പണ ശുശ്രൂഷയിലൂടെ തയ്യാറാകുന്ന ആളെ പ്രിയപ്പെട്ട സുജിത്തിന് സാധ്യമാകേണ്ടത് വളരെയേറെ ആവശ്യമാണ്. കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങളൊക്കെ ഏറെ നമുക്ക് വേദപുസ്തകത്തിൽ കാണുവാനായിട്ട് കഴിയും. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, മറ്റുള്ളവരെ കരുതുവാനായിട്ടുള്ള കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ, ഒത്തിരിയേറെ അനുഭവങ്ങൾ തിരുവചനത്തിൻ്റെ താളുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കുവാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം ഉള്ളിൻ്റെ ഉള്ളിൽ സാംശീകരിക്കുവാനായിട്ട് കഴിയുമ്പോഴാണ് ഒരു പുതിയ സൃഷ്ടിയായി മാറ്റപ്പെടുവാനായിട്ട് കഴിയുക. അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ മറ്റൊരു ക്രിസ്തുവായി ഈ ലോകത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നത് കർത്താവിൻ്റെ സ്വഭാവ ഗുണങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുമ്പോഴാണ്. 3, സന്യാസി ദൈവവചനാധിഷ്ഠിതമായി പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ജീവിതം നയിക്കുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. ദൈവവചന അധിഷ്ഠിതമായി പ്രാർത്ഥനാപൂർവമായിരിക്കുന്ന ജീവിതം നയിക്കുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. ദ ബുക്ക് ദാറ്റ് റീഡ്സ് മീ എന്ന് പറയുന്നതായിട്ടുള്ള മനോഹരമായിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അത് രചിച്ചത് ഹാൻസ് റൂഡി വെബർ എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വേദപുസ്തക പണ്ഡിതനാണ്. അതിൻ്റെ പുറം ചട്ടയിൽ കൊടുത്തിരിക്കുന്നതായിട്ടുള്ള ചിത്രം ഒരു സ്ത്രീയുടെ ചിത്രമാണ്. അവരുടെ രൂപം ഒരു പലകയിൽ കൊത്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അവൾ 2 കൈകളും തൻ്റെ തലയ്ക്ക് മുകളിലായി ഉയർത്തിപ്പിടിച്ചിരിക്കുകയാണ്. അങ്ങനെ തലയ്ക്ക് മുകളിലായി കൈകൾ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ ആ കൈകളിൽ ഒരു വേദപുസ്തകം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് തന്നെയല്ല, അവൾ മുട്ടുകുത്തി നിൽക്കുന്ന ഒരു രൂപമാണ് അതിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുക. ആ ചിത്രത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ഹാൻസ് വെബർ ആ പുസ്തകത്തിൽ കുറിക്കുന്നുണ്ട്. ഒരു ഗ്രാമീണ സ്ത്രീ, അവൾ യാത്ര ചെയ്യുമ്പോഴെല്ലാം വേദപുസ്തകം കയ്യിലേന്തിയാണ് അവൾ യാത്ര ചെയ്യുന്നത്. അങ്ങനെ അവൾ യാത്ര ചെയ്യുമ്പോൾ അവളുടെ അയൽക്കാരൊക്കെ അവളോട് ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിനക്കെന്തിൻ്റെ കേടാണ്, നിനക്കെന്തിൻ്റെ കുഴപ്പമാണ്? ഈ വേദപുസ്തകം പിടിച്ചുകൊണ്ട് മാത്രമേ നിനക്ക് പോകുവാനായിട്ടുള്ളൂ. എന്തിനാണ് വേദപുസ്തകം പിടിച്ചുകൊണ്ട് നീ ഇങ്ങനെ യാത്ര ചെയ്യുന്നത്? എത്രയോ മറ്റ് മനോഹരമായിരിക്കുന്ന പുസ്തകങ്ങൾ കയ്യിലേന്തുവാനായിട്ടുണ്ട്. വായിക്കുവാൻ ഇതിനേക്കാൾ മനോഹരമായിരിക്കുന്ന എത്രയോ പുസ്തകങ്ങളുണ്ട്. അപ്പോൾ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ പറയുന്നതായിട്ടുള്ള ഒരനുഭവമുണ്ട്. അവൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ, 100% അത് ശരിയാണ്, അതിലൊന്നും യാതൊരു തെറ്റുമില്ല. എന്നിട്ട് അവൾ കൂട്ടിച്ചേർക്കുകയാണ്, പക്ഷേ മനോഹരമായിരിക്കുന്ന പുസ്തകങ്ങൾ കാണുമായിരിക്കാം, എന്നാൽ എന്നെ വായിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. എന്നെ വായിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വേദപുസ്തകം എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ദൈവവചനം നമ്മിൽ ക്രിയ ചെയ്യുമ്പോഴാണ് നമ്മുടെ ജീവിതം ഏറെ ധന്യമായിട്ട് മാറുന്നത്. അതുമാത്രമല്ല, ദൈവവചനത്തിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ടുള്ള ജീവിതം നയിക്കുവാൻ കഴിയണം. ഒപ്പം ജീവിതയാത്രയിൽ ശക്തി ലഭിക്കണമെങ്കിൽ
പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്നവർക്കാണ് യാത്രയിൽ മുൻപോട്ട് പോകുവാനായിട്ടുള്ള ശക്തി ലഭിക്കുന്നത്. കർത്താവ് തൻ്റെ അരികിലേക്ക് വരുന്നതായിട്ടുള്ള ആളുകളെ ഒക്കെ കാണുന്നുണ്ട്. വ്യത്യസ്തമായിരിക്കുന്ന വേദനയോടും ഭാരങ്ങളോടും കൂടിയാണ് അനേകർ കർത്താവിൻ്റെ അരികിലേക്ക് കടന്നു വരുന്നത്. അവരുടെ ദുഃഖങ്ങൾ, അവരുടെ വേദനകൾ, അവരുടെ തകർച്ചകൾ അതെല്ലാം കണ്ട് അവരെ ആശ്വസിപ്പിച്ച് ആ ദിനം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ് എന്ന് തിരുവചനം പറയുന്നുണ്ട്. അത് മറ്റൊരു രീതിയിലുമല്ല, ദൈവത്തിൻ്റെ അരികിലേക്ക് ചെന്ന് ദൈവസന്നിധിയിൽ അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ തന്നെ പിതാവിൻ്റെ മാറോട് ചാരിയിരുന്ന് അടുത്ത ദിനം പ്രവർത്തിക്കുവാനായിട്ടുള്ള ശക്തി സംഭരിക്കുന്നതായിട്ടുള്ള കർത്താവിനെയാണ് കാണുവാനായിട്ട് കഴിയുക. പ്രിയമുള്ളവരെ, കർത്താവിന് ദൈവത്തിൻ്റെ നെഞ്ചോട് ചേർന്നിരുന്ന് ശക്തി പ്രാപിക്കണമെങ്കിൽ ബലഹീനരായിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ശക്തി അനുഭവിക്കുവാൻ അത് കർത്താവിൻ്റെ സന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുമ്പോഴാണ് ശക്തി അനുഭവിപ്പാനായിട്ട് കഴിയുക. എത്രയോ ബലഹീനരാണ് നമ്മൾ. എന്നാൽ ഓരോ ദിനവും ദൈവസ്ഥലത്തിൽ മുഴങ്കാലുകളെ മടക്കി പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അനുഭവിക്കുന്ന ഒരു ശക്തിയുണ്ട്. ആ ശക്തിയില്ലാതെ ഒരിക്കലും മുൻപോട്ട് പോകുവാനായിട്ട് കഴിയുകയില്ല. ജോൺ ക്രിസോസ്റ്റം സഭാപിതാവ് പറയുന്നു, നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴുമൊക്കെ പ്രാർത്ഥനാ നിമിഷങ്ങളാക്കി തീർക്കുവാൻ ശ്രമിക്കണം. നിന്റെ ജീവിതത്തിൽ നീ നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും നീ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴുമൊക്കെ നിന്റെ ജീവിതം പ്രാർത്ഥനയുടെ നിമിഷങ്ങളാക്കി മാറ്റണം. അങ്ങനെയുള്ളവർക്കാണ് ദൈവ തേജസ് അനുഭവിക്കുവാനായിട്ട് കഴിയുക. പ്രിയമുള്ളവരെ, ദൈവവചനം ധ്യാനിച്ച് പ്രാർത്ഥനയോടുകൂടെ ഓരോ ദിനവും ആരംഭിക്കുമ്പോൾ നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും പ്രകാശപൂരിതമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ പ്രാർത്ഥനയിലൂടെയും ദൈവവചനത്തിലൂടെയും പ്രകാശപൂരിതമായി മാറുന്നവർക്കാണ് ചുറ്റുപാടുകളെ പ്രകാശിപ്പിക്കുവാനായിട്ട് കഴിയുക. പ്രിയമുള്ളവരെ, ഇന്ന് ഈ സന്യാസ സമൂഹത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട സുജിത്ത്, ദൈവസന്നിധിയിൽ മുഴങ്കാലുകളെ മടക്കുവാൻ, ദൈവവചനം ധ്യാനിച്ച് പ്രകാശപൂരിതനായി മറ്റുള്ളവരെ പ്രകാശിപ്പിക്കുവാൻ നിയോഗിക്കപ്പെടുന്ന ആളെ ശുശ്രൂഷയാണ് ഈ ശുശ്രൂഷ എന്ന് പറയുന്നത്. എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കട്ടെ. 3 ചെറിയ ചിന്തകളാണ് പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഒന്ന്, സന്യസ്തർ രൂപം മാറുന്നവരാണ്. കർത്താവിൻ്റെ രൂപം ഉള്ളിൽ സ്വീകരിക്കുന്നവരായി, കർത്താവിൻ്റെ സ്വഭാവങ്ങൾ ഉള്ളിൽ സ്വീകരിക്കുന്നവരായി മാറ്റപ്പെടേണ്ടത് വളരെയേറെ ആവശ്യമാണ്. 2, മശിഹായെ ധരിക്കുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. 3, ദൈവവചനാധിഷ്ഠിതമായി പ്രാർത്ഥനാ ജീവിതം നയിക്കുന്നവരാണ് സന്യസ്തർ എന്ന് പറയുന്നത്. ഇപ്രകാരം മനോഹരമായിരിക്കുന്ന ഒരു കോറസ് ഉണ്ട്. അതോടെ പാടി എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുവാനായിട്ട് ആഗ്രഹിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്, ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ്, നോട്ട് ടേണിംഗ് ബാക്ക്, നോട്ട് ടേണിംഗ് ബാക്ക്. നമുക്ക് ചേർന്ന് പാടാം. I have decided to follow Jesus. I have decided to follow Jesus. I have decided to follow Jesus. No turning back, no turning back, no turning back, no turning back.